ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ റൊമാൻസ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ഇതാണ് മെറ്റീരിയൽ. അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ആയിട്ട് മിഷൻ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ടോപ്പ് മെറ്റീരിയൽ നോക്കാം. ഇതാണ് ടോപ്പ്. നെക്ക് പോർഷനിലും ത്രെഡ് ഹെവി എംബ്രോയിഡറി മിഷൻ വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ പോർഷനിലും ഒക്കെ ഹാൻഡ് പോർഷനിലും ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട്. മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ കളേഴ്സ് കാണാനായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കാണിക്കുന്നുണ്ട്. ആ ലാസ്റ്റ് വീഡിയോ വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ലെങ്ത് 2.50 തന്നെയാണ്. റൊമാൻസ് സിൽക്കാണ് മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ നോക്കാം. ബോട്ടം സാന്തൂൺ സിൽക്കാണ്. സിൽക്ക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഇത് സാന്തൂൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 2 മീറ്ററാണ്. പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഡിസൈൻ വർക്കുകളൊന്നും ഇല്ല. ഇനി അടുത്തത് ദുപ്പട്ട. ദുപ്പട്ട ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നതാണ്. ഷോളിന്റെ 2 സൈഡും ഹെവി ആയിട്ട് ഇതുപോലെ തന്നെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലേസ് വർക്കും ഉണ്ട് കേട്ടോ. ത്രെഡ് വർക്കും ഉണ്ട്, ലേസ് വർക്കും വരണ്ടേ. മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ആ ടോപ്പ് മെറ്റീരിയൽ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇതിലും ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും റൊമാൻസ് സിൽക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. അതായത് ടോപ്പ് റൊമാൻസ് സിൽക്ക് മെറ്റീരിയൽ, ഇതും സോഫ്റ്റ് ആയിട്ടുള്ള റൊമാൻസ് സിൽക്ക് മെറ്റീരിയൽ. ബോട്ടം മാത്രം സാന്തൂൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ. ഇതിന് 2.25 മീറ്ററാണ് ദുപ്പട്ടയ്ക്ക് അളവ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 695. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൻ്റെ ഒന്ന് സെറ്റിങ്സ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിൻ്റെ പ്രത്യേകത സാധാരണ നമ്മുടെ സിൽക്ക് മെറ്റീരിയൽ പോലെയല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടും എന്താ പറയുക നമ്മുടെ ഷിഫോൺ മെറ്റീരിയലൊക്കെ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. നമ്മൾ സ്കിൻ ടൈപ്പ് ആണെന്നൊക്കെ പറയുന്നത്, സ്കിൻ ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞാൽ അതേ മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് നമുക്ക് മെറ്റീരിയലിൻ്റെ ഒരു ഇത് വരുന്നത്. ഇതിൻ്റെ ഈ റൊമാൻസ് സിൽക്കിൻ്റെ ഈ ഒരു ഇതാണ് നമ്മൾ നമ്മുടെ ഗിവ് അവേയുടെ സെക്കൻഡ് വിന്നർക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഡെയിലി 4:45 നമ്മുടെ ലോങ് വീഡിയോ ഇടുന്നുണ്ട്. നമ്മൾ അത് എല്ലാവരും കാണണം, കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലാണ് ഷെയറിങ്ങിലൂടെ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സിനെ കിട്ടാനും അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് റീച്ച് ആവാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.